നമസ്കാരം. രാമായണത്തിന് നിത്യജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദികാവ്യമായ രാമായണം ജീവിതത്തിൽ ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും നമ്മോട് പറയുന്നുണ്ട്. അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മകൻ, സഹോദരൻ, സുഹൃത്ത്, രാജാവ്, സേവകൻ തുടങ്ങി ഓരോ നിലയിലും അനുഷ്ഠിക്കേണ്ട ധർമ്മത്തിന്റെ മാതൃകകൾ രാമായണ കഥാപാത്രങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ദശരഥൻ കൈകേയിക്ക് നൽകിയ വരം പാലിക്കാൻ പുത്രൻ ശ്രീരാമൻ വനവാസത്തിനൊരുങ്ങുന്നു. ഉത്തമ പുത്രന്റെ ധർമ്മമാണ് ശ്രീരാമൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. സഹിഷ്ണുത, ദയ, സ്നേഹം, മമത, കരുണ, ത്യാഗം തുടങ്ങിയ ഉദാത്ത വികാരങ്ങളുടെ ഒരു സമന്വയമാണ് രാമൻ. മനുഷ്യ സഹജമായ കുറവുകൾ ഉണ്ടെങ്കിലും ജീവിത ആദർശവും നിസ്വാർത്ഥവും മാതൃകാപരമായ പ്രവർത്തികളിലൂടെയും അധർമ്മത്തിനുമേൽ രാമൻ വിജയം നേടുന്നു. ലക്ഷ്മണനാകട്ടെ തന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് രാമനെ അനുഗമിക്കാൻ ഒരുങ്ങുന്നു. യഥാർത്ഥ സഹോദര സ്നേഹത്തിന്റെ പ്രതീകമായി പ്രവർത്തിക്കുന്നു. ആദർശവതിയായ ഭാര്യ എന്താണെന്ന് സുമിത്രയിലൂടെ ആദികവി പറയുന്നുണ്ട്. സീത ഉത്തമ പത്നിയുടെ ധർമ്മമാണ് പ്രകടിപ്പിക്കുന്നത്. വനത്തിലേക്ക് അനുഗമിക്കേണ്ട എന്ന രാമന്റെ വാക്കുകൾ കേട്ട് പാണിഗ്രഹണ മന്ത്രാർത്ഥവും മറന്നുവോ എന്നാണ് സീത ചോദിക്കുന്നത്. ഭർത്താവിന്റെ സുഖദുഃഖങ്ങളിൽ മരണം വരെയും നിഴലുപോലെ ഉണ്ടാവുമെന്ന പ്രതിജ്ഞയല്ലേ അത്? സ്വധർമ്മം അനുഷ്ഠിക്കാൻ അനുവദിക്കണമെന്നാണ് സീതയുടെ അഭ്യർത്ഥന. കുടുംബബന്ധം ഭർത്താവും ഭാര്യയുമുള്ള പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്ന പാഠം കൂടി ഇവിടെ നൽകുന്നു. സ്നേഹത്താൽ പരസ്പരം ത്യാഗം ചെയ്യാൻ തയ്യാറാകുമ്പോഴേ ബന്ധങ്ങൾ പവിത്രമാകൂ. രാമനെ അത്രമേൽ സ്നേഹിച്ചിരുന്ന അമ്മയായിരുന്നു കൈകേയി. രാമന്റെ പട്ടാഭിഷേക വാർത്ത അറിഞ്ഞയുടൻ മന്ദരയ്ക്ക് കൈ നിറയെ സമ്മാനങ്ങൾ നൽകിയാണ് കൈകേയി സ്വീകരിച്ചതും. പിന്നീട് മന്ദരയുടെ വാക്കുകളാണ് കൈകേയിയുടെ മനസ്സിനെ വഴിതിരിച്ചുവിടുന്നത്. നിത്യജീവിതത്തിൽ ഇത്തരം മന്ദരമാരുടെ വാക്കുകൾക്ക് കാതു കൊടുക്കുമ്പോൾ ജാഗ്രത വേണം എന്ന ഗുണപാഠം കൂടി ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. രാമനെ വനത്തിലേക്ക് അനുഗമിക്കാൻ ഒരുങ്ങുന്ന ലക്ഷ്മണന് സുമിത്ര നൽകുന്ന ഉപദേശം എല്ലാ അമ്മമാരും മക്കൾക്ക് നൽകാനുള്ളതാണ്. ഇനി കാടാണ് നിന്റെ അയോധ്യ. ജനകപുത്രിയെ അമ്മയായും ശ്രീരാമനെ അച്ഛനായും കരുതിയാൽ എല്ലാം ശുഭമാകും എന്നാണ് സുമിത്ര പറയുന്നത്. അധികാരം പിടിച്ചടക്കാനും നിലനിർത്താനും മാത്രമുള്ള ശ്രമങ്ങൾ കാണുന്ന ഈ പുതിയ കാലത്തിന് ഭരതന്റെ ജീവിതം നൽകുന്ന സന്ദേശം മറ്റൊന്നാണ്. ശത്രുഘ്നനായിരുന്നു യഥാർത്ഥ സേവകനെങ്കിലും അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ എവിടെയും വരുന്നില്ല. ആത്മാർത്ഥ സേവകന്റെ ചിത്രമാണ് ഇത് നൽകുന്നത്. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്നിങ്ങനെ വിവിധ തലങ്ങളിലെ പാരസ്പര്യത്തിന്റെ ആകെത്തുക കൂടിയാണ് രാമായണം. ജീവിത വഴിയിലെ ഉയർച്ച താഴ്ചകൾ നേരിടുന്നതിന് നാം എപ്രകാരം സജ്ജമായിരിക്കണമെന്നതിന്റെ ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ രാമായണം നമ്മളോട് പറയുന്നുണ്ട്. രാമായണം ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നുമുണ്ട്. ഓരോ മനുഷ്യനും വെവ്വേറെ ജീവിത രീതിയിലൂടെയുള്ള ധർമ്മ പരിപാലന മാർഗങ്ങളുണ്ട്. അതിനിടയിലെ വിഘ്നങ്ങൾ സ്വാഭാവികമാണെന്നും ആത്യന്തികമായ വിജയം ധർമ്മ പരിപാലനത്തിനാണെന്നുമാണ് രാമായണം ഉദ്ഘോഷിക്കുന്നത്. രാമായണം വായിച്ച് മാറ്റിവെക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ജീവിതത്തിലേക്ക് പകർത്താനുള്ള തത്വങ്ങളാണ് അത് സമൂഹത്തിലേക്ക് പകരുന്നത്. ഈ രാമായണം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ ആ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും. ഒരു നല്ല ഭാര്യ ഉണ്ടാകും, ഒരു നല്ല അമ്മ ഉണ്ടാകും, നല്ല മക്കളും സഹോദരങ്ങളും, എന്തിന് നല്ല ഭരണാധികാരി വരെയും ഉണ്ടാകും. ചുരുക്കം പറഞ്ഞാൽ എത്രയോ മാതൃകകളെ നമുക്ക് സമ്മാനിച്ചതാണ് ഈ രാമായണം. അതിലൂടെ യാത്ര ചെയ്ത് നമുക്ക് നമ്മുടെ ജീവിതം ധന്യമാക്കാം. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും, ഓരോ കമന്റും, ഓരോ ഷെയറും, ഓരോ സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഈ ചാനലിന്റെ വളർച്ചയിൽ വളരെ വിലപ്പെട്ടതാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നന്ദി.